ഇതാണ് ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെന്റ്. ഇത് വെച്ച് ഹാർട്ടിലെ ബ്ലോക്ക് കൈവഴി എങ്ങനെയാണ് മാറ്റുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ. ആദ്യം തന്നെ വേദനയൊന്നും അറിയാതിരിക്കാൻ വേണ്ടി ലോക്കൽ അനസ്തീഷ്യ കൊടുക്കുന്നു. ഇൻസുലിനെ കൊടുക്കുന്ന ചെറിയൊരു നീഡിൽ വെച്ചാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് റേഡിയൽ ഷീത്ത് നമ്മുടെ കയ്യിലെ റേഡിയൽ ആർട്ടറിയിലേക്ക് ധമനിയിലേക്ക് നമ്മൾ കടത്തിവിടുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടി ഹാർട്ടിലേക്ക് ഇടുന്ന ട്യൂബ്. ഇത് കയ്യിലെ ധമനി വഴി ഹാർട്ടിലേക്ക് പോകുന്നതാണ് നമ്മൾ ഈ സ്ക്രീനകത്ത് കാണുന്നത്, എക്സ്റേക്കകത്ത് കാണുന്നത്. ഓക്കെ. ഗൈഡ് വയറും ട്യൂബും കയ്യിലെ ധമനി വഴി ഹൃദയത്തിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത്. ഇപ്പോൾ അത് ഹൃദയത്തിലെത്തി. അത് കഴിഞ്ഞ് നമ്മളൊരു ആൻജിയോഗ്രാം എടുത്തു. അതിനകത്ത് 90% ബ്ലോക്ക് നമുക്ക് കാണാം. ഈ ബ്ലോക്കാണ് നമ്മളിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പോകുന്നത്. ഈ കൊറോണറി വയർ ഹൃദയ ധമനിയിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് ഈ നേരത്തെ ഇട്ട ട്യൂബ് വഴിയാണ് നമ്മൾ ഹാർട്ടിലേക്ക് കടത്തിവിടുക. അതാണ് നമുക്ക് ഈ വയറ് പോകുന്നതാണ്, ഹൃദയത്തിൻ്റെ രക്തധമനിയിലേക്ക് ഈ വയറ് പോകുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് ബ്ലോക്ക് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലൂൺ. ഇത് നമ്മൾ ഈ നേരത്തെ ഹാർട്ടിലേക്ക് ഇട്ട കൊറോണറി വയറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതിപ്പോൾ വരുന്ന ബലൂൺ നമുക്ക് കാണാം. ഇത് ഹൃദയധമനിൻ്റെ അകത്തേക്കാണ് ഈ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ആ ബ്ലോക്കുള്ള ഭാഗം വികസിപ്പിക്കുന്നതാണ് ഇതിനകത്ത് കാണുന്നത്. നമ്മൾ സ്ക്രീനിൽ വ്യക്തമായിട്ട് കാണാം വികസിച്ച് വരുന്നത്. ബലൂൺ വെച്ച് വികസിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്ന സ്റ്റെൻറ്റ് ഇതേ കൊറോണറി വയറിനകത്തൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, രക്തക്കുഴലിനകത്തേക്ക്. ഇനി നമുക്ക് സ്റ്റെൻറ്റ് വരുന്നത് കാണാം. ഹൃദയധമനിയിലേക്ക് സ്റ്റെൻറ്റ് വരുന്നതാണ് ഈ കാണുന്നത്. ഇനി ബ്ലോക്കുള്ള ഭാഗത്ത് നമ്മൾ വികസിക്കും നമുക്ക് വ്യക്തമായിട്ട് കാണാം. സ്റ്റെൻറ്റ് വികസിച്ചു. ഇനിയിപ്പോൾ അവിടുത്തെ ബ്ലോക്ക് എല്ലാം പോയി. ഈ പേഷ്യൻ്റെ ഇടത്തെ വശത്തെ രക്തക്കുഴലിൽ 90% ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഒരു സ്റ്റെൻറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ടൈപ്പ് എ ലീഷനായിരുന്നു. കമ്പാരിറ്റീവ്ലി ഒരു എളുപ്പമുള്ള കേസാണ്. അപ്പോൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ ഒരു 24 മണിക്കൂർ ICUയിൽ ഒബ്സർവേഷനിൽ വെക്കും, CCUയിൽ. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വാർഡിലേക്ക് മാറ്റും. അതിനപ്പുറത്തെ ദിവസം ഡിസ്ചാർജ്. യൂഷ്വലി അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ലോക്കൽ അനസ്തീഷ്യയിലാണ് ചെയ്യാറ്. കീറുകയോ മുറിക്കുകയോ ബോധം കെടുത്തോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ പേഷ്യൻ്റ് ഏർലി റിക്കവറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചൊരു ബേസിക് ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.